അപ്പം നമ്മുടെ റിജിഗാർഡിന്റെ പാചകമൊക്കെ കഴിഞ്ഞു. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ സുപരിചിതമായ ഒരു പച്ചക്കറിയാണ്. നമുക്കിപ്പോൾ ഇതൊരു 5-6 കൊല്ലം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി വരുന്നത്. ഇത് സംബന്ധിച്ച് പറയാൻ നമ്മുടെ നാട്ടിലെ ഇതിന്റെ ഒരു ഇനത്തിൽ ഉള്ള ഒരു പച്ചക്കറി പറയുകയാണെങ്കിൽ ചൊരയ്ക്ക. അപ്പൊ ആ ചൊരയ്ക്കാനൊക്കെ അതേ ഒരു സിംറ്റം ഇതും മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാചകം ചെയ്യാൻ കൊള്ളത്തില്ല. പക്ഷെ ഇത് പൊട്ടിലെ നമ്മൾ പറിച്ച് പാചകം ചെയ്യുകയാണെങ്കിൽ വളരെ രുചികരമായ ഒരു പച്ചക്കറിയാണ് ഈ റിജിഗാർഡ്. അതിനോടൊപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മൾ ഇതിനെ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ സവാള ഉപയോഗിക്കരുത്. തേങ്ങ ചതച്ച കടുകും നമ്മുടെ സാധാരണ രീതിയിലുള്ള ഒരു പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് നമ്മളിത് ചെയ്യുന്ന രൂപത്തിൽ ചെയ്താൽ തീർച്ചയായിട്ടും ഇതിനൊരു നാച്ചുറൽ രുചി. ഇത് പിന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ ഫുഡുകളൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ഗുണകരമാണ്. അപ്പം ശരീരത്തിനെ ബോഡിയെ കൺട്രോൾ ചെയ്യാനും രക്തശുദ്ധീകരണം വരുത്താനും ഒക്കെ ഈ റിജിഗാർഡ് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിപ്പോ കേരളത്തിൽ വളരെയധികം ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട്. കാരണം ഇതിന്റെ പച്ചക്കറിയുടെ പ്രാധാന്യവും അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഞാൻ പറയല്ലോ ഇതിന്റെ നമ്മളിപ്പോ പാചകത്തിന് അധികം ചേരുവകൾ വളരെ ലളിതമായി ഉണ്ടാക്കിയാൽ ഇത് ശരീരത്തിന് ഗുണകരം തന്നെയാണ്. അപ്പം ഈ റിജിഗാർഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു അധികം നമ്മൾ ഇതിനകത്തൊന്നും ചെയ്യണം. സാധാരണ രീതിയിൽ പറയാം തേങ്ങയും പച്ച മുളകും വെളുത്തുള്ളി കടുവൊക്കെ പൊട്ടിച്ച് ഇട്ടാൽ നമുക്ക് ഈ റിജിഗാർഡിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. പറയുകയാണെങ്കിൽ ഒരു ചെറിയ കയ്പുരുചിയുണ്ട്, ചെറിയ രീതിയിലുള്ള പാവയ്ക്കാനുള്ള കയ്പില്ല, ഒരു ചെറിയ രീതിയിലുള്ള. ഇത് നമ്മുടെ പണ്ട് ഉള്ളിത്തോരനൊക്കെ വെക്കുന്നതിന്റെ ഒരു രുചിയും ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് നമ്മളൊരു പൊട്ട് സമയത്ത് ഇത് പറിച്ചെടുത്താലേ പിന്നെ അകത്തെ മാതളോട് നമുക്ക് ഈ തോരൻ കത്തിയേക്കാം. പക്ഷെ ഇത് വെച്ച് മൂത്ത് കഴിയുമ്പോൾ അത് അരിയാകും, പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അപ്പം ഇത് തോരൻ വെക്കുവാണെങ്കിൽ തീരെ പൊട്ടില്ലേ, ഒരു അധികം വിളവെത്തുന്നതിന് മുമ്പ് തന്നെ പറിച്ചെടുക്കാം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ തോരന് ഇത് കൊള്ളത്തുള്ളൂ. പിന്നെ ഇത് നമുക്ക് അച്ചാറുണ്ടാക്കാം, പിന്നെ തൊടുകറികൾ ഉണ്ടാക്കാം, അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുണ്ടാകും. അതുപോലെ